എന്തോന്ന് ഇത്? എപ്പോ രാവിലെ വന്നാലും ഇവിടെ അടി 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 എന്ന് പറഞ്ഞോണ്ടിരിക്കും. എപ്പോഴും ഗെയിമിൽ തന്നെ ഇത്. ആളാ നിങ്ങൾ വന്നാ പെട്ടെന്ന് വീടൊന്നും കളിക്കാം. പെരുന്നാളായിട്ടെങ്കിൽ ഈ ഗെയിമൊന്നും നിർത്ത്. ശരിയെന്ന് പെരുന്നാളല്ലേ അല്ലേ? അതുകൊണ്ട് ഇല്ല നിൽക്കുന്ന പോത്ത് കണ്ട കുറച്ച് കഴിയുമ്പോ എന്റെ ചട്ടി കിടന്നെങ്കിൽ കറങ്ങാനുള്ളതാ. മൂത്താപ്പയും പാപ്പയും കൂടി ഇപ്പൊ വരും അതിനെ കണ്ടിക്കാൻ. പെരുന്നാളായിട്ട് നമ്മുടെ അടുത്തൊന്നും പറയാനൊന്നും ഇല്ലേ? അത് നിന്റെ അടുത്ത് പറയാൻ വേണ്ടി ഞാൻ ഇരുന്നതാ. ഈദ് മുബാറക്ക്. അതല്ല ഈദ് മുബാറക്ക് അല്ലേ? ഈറ്റ് മുബാറക്ക് അല്ലല്ലോ. ഞാൻ നിൽക്കുന്ന പോത്ത് കണ്ട രാവിലെ ചീനിയിലൂടെ ഒരു പിടിയുണ്ട്, പിന്നെ ഉച്ചക്ക് ബിരിയാണിയിലൂടെ ഒരു പിടിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വൈകിട്ട് പൊറോട്ടയിലൂടെ ഒരു പിടിയുണ്ട്. അതൊക്കെ പോയി നിങ്ങൾ കഴിച്ചാൽ നല്ല വിശപ്പുണ്ട്. നിങ്ങൾ കഴിച്ചില്ലല്ലേ? അപ്പൊ വീട്ടിലൊക്കെ പോയി കഴിച്ചിട്ട് പയ്യങ്ങ് വാ. രാവിലെ മട്ടനായിരുന്നു, ഉച്ചയ്ക്ക് ബീഫ്. ശരി, ഈ വിശക്കുന്ന കേട്ടാ. കൊറേ നേരം കൊണ്ട് തപ്പി കളിക്കാം. നേരിട്ട് കാര്യം പറയാം. നമ്മളെ പെരുന്നാളിനൊന്നും വിളിക്കുന്നില്ലേ? അവിടെ സത്യം പറയാലോ, രാവിലെ മട്ടനും ഉച്ചയ്ക്ക് ബീഫും പോയിട്ട് ഒന്നുമില്ലായിരുന്നു. ഇപ്പൊ മീൻ പറ്റി കൊല്ലത്ത് കണ്ടെയ്നർ കൊണ്ട് അടിഞ്ഞുകൊണ്ട് ഇപ്പൊ എന്റെ വീട്ടിൽ മീൻ പോലും ഇല്ല. ഇപ്പൊ ആ മീനൊക്കെ പിടിച്ചാണ് ഉണക്കി തരുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഉണക്കമീനും മേടിക്കുന്നില്ല. രാവിലെ വീട്ടിൽ ചമ്മന്തിയും ചോറുമായിരുന്നു. ഞാൻ എന്തോ കഴിക്കണോന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഇരിക്കുവാ. എനിക്കുള്ള പശുക്കളല്ലേ അവിടെ നിന്ന് പോച്ച തിന്നുന്നത്. ഓ ബംഗാളി പോത്തിനെയും കൊണ്ട് വരുന്നല്ലോ. എന്റെ വീട്ടിലത്തേനായിരിക്കും. പാവണ്ണല്ലേ, നമ്മുടെ വീട്ടിൽ ചിക്കൻ കറിയെങ്കിലും ഉണ്ട്. നമുക്ക് അല്ലെങ്കിൽ ഉച്ചക്ക് പൈസ ഇട്ട് നമുക്ക് ബിരിയാണിയെങ്കിലും മേടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ വിളിച്ച് ചോറും ചിക്കനും കൊടുക്കാം. നമ്മള് പോട്ടെങ്കിൽ അണ്ണ ഉച്ചക്ക് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചിക്കനും കൂട്ടി ഒരു പിടി പിടിക്കാം കേട്ടാ. അങ്ങോട്ട് വരണേ. പോത്ത് കിടന്ന് തിളയ്ക്കുമ്പോഴാണ് അവന്റെ ഒരു ചിക്കൻ. ഹലോ മൂത്താപ്പ, പോത്തിനോട്ടാൻ വരുന്നില്ലേ? ഞാൻ അവിടെ രാവിലെ തൊട്ട് വന്ന് നിൽക്കുവാ.